രാഹുൽ ഗാന്ധിക്കെതിരെ എക്സ്പോസ്റ്റ് പങ്കുവച്ച് ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന പോസ്റ്റാണ് പങ്കുവച്ചത്. ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും പോസ്റ്റിൽ പറയുന്നു. സിവിത സമീർ എന്നയാളുടെ പോസ്റ്റാണ് തരൂർ പങ്കുവച്ചത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എന്ത് പ്രത്യയശാസ്ത്ര വിഷയമാണ് ശശി തരൂർ ഉന്നയിക്കുന്നത്? ശശി തരൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നിരന്തരമായി നരേന്ദ്രമോദി സ്തുതിയും BJP സ്തുതിയും ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അബ്ദുൾ റഷീദ്. ഷമ്മി, കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ശശി തരൂരിന്റെ എക്സ് പോസ്റ്റിൽ നിന്നൊക്കെ തന്നെയും വലിയ പ്രതിരോധങ്ങളിൽ ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ എക്സ് ഹാൻഡിൽ പറയുന്നത് ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ് നിലവിൽ കോൺഗ്രസിനകത്തുള്ളത്. തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം അത് കോൺഗ്രസിനുള്ള രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ ഈ എക്സ് ഹാൻഡിലിൽ വന്നിട്ടുള്ള പോസ്റ്റിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് സവിത സമീർ എന്നയാളുടെ പോസ്റ്റാണ്. ഈ പോസ്റ്റിലാണ് ഇപ്പോൾ ശശി തരൂർ മറുപടി നൽകുകയും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നിരൂപണം യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് 90കളിലെ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള നരസിംഹ റാവു അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകളുടെ ഒരു പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരണം എന്നുള്ള നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഈ സമാനമായിട്ടുള്ള നിലപാടാണ് ശശി തരൂർ കൈക്കൊണ്ടിരുന്നത്. പക്ഷെ 2010 ശേഷം ചില മേഖലകളിലൊക്കെ തന്നെയും നഗരപ്രദേശങ്ങൾ വിട്ടുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വികസനമടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്ന് ചില നേതാക്കൾ ആശയങ്ങൾ പങ്കുവെക്കുകയും അത്തരം നിലപാടുകൾ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പക്ഷത്താണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എന്നുള്ള ഒരു വിമർശനം കൂടി ഈ എക്സ് പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ബദൽ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ബദൽ നയങ്ങളും ഒക്കെ തന്നെയും ഉള്ളയാളാണ് ശശി തരൂർ. പക്ഷേ ഇത്തരം നയങ്ങൾ കോൺഗ്രസിന് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് വലിയ പരാജയമായി മുന്നോട്ട് പോകാൻ കാരണമായിട്ടുള്ള കാര്യം കൂടി ഈ എക്സ് പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വലത് പക്ഷത്തേക്ക് നീങ്ങുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ശശി തരൂർ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നിരൂപണം യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ തരൂരിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ശശി തരൂരിനെ കോൺഗ്രസിലെ ഗാന്ധി കുടുംബം അംഗീകരിക്കുന്നില്ല, അദ്ദേഹത്തിന് ആവശ്യമായ സ്പേസ് നൽകുന്നില്ല എന്ന വസ്തുത യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ അതിനൊരു പ്രത്യയശാസ്ത്ര ഒരു മേലങ്കി നൽകിക്കൊണ്ട് താൻ എടുക്കുന്ന ഒരു നിലപാട്, അതായത് നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായി താൻ എടുക്കുന്ന ഒരു നിലപാട് ഇന്നതാണ് എന്ന്, അല്ലെങ്കിൽ അതിനൊരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഈ ഒരു അവസരത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ എല്ലാം ഈ അടുത്ത സമയത്തുള്ള നിലപാടുകളെല്ലാം BJPക്ക് അനുകൂലമാണ്. കേരളത്തിൽ കൂടുതൽ ആൾക്കാരെ തന്നിലേക്ക് ആകർഷിക്കാൻ നടത്തുന്ന ഒരു ശ്രമമായി ഇതിനെ നമുക്ക് കണ്ടുകൂടെ റഷീദ്? തീർച്ചയായും കൂടുതൽ വലതുപക്ഷത്തേക്ക് ശശി തരൂർ അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വിവിധ ഘട്ടങ്ങളിലൊക്കെ തന്നെയും മോദി സർക്കാരിനെയും അതോടൊപ്പം തന്നെ BJPയുടെ പല പ്രവർത്തനങ്ങളെയും പുകഴ്ത്തുകയും വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ഒരു നിലപാട് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു പ്രവണത BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ എക്സ് പോസ്റ്റിൽ അദ്ദേഹം ഈ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതടക്കമുള്ള ഏറെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം വെട്ടിലാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലടക്കം വലിയ ഭൂരിപക്ഷത്തിലൊക്കെ തന്നെയും വിജയിച്ചു വരികയും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. വോട്ട് ചോദ്യവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ മോദി സർക്കാരിനെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന സമീപനം
തീരുമാനം കോൺഗ്രസ് എടുക്കുമ്പോഴാണ് വലിയ ഒരു പ്രതിരോധം തീർക്കുന്ന തരത്തിൽ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ വിവിധ വിഷയങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന സമീപനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് ഈ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം ഈ പോസ്റ്റുകൾ അത് കോൺഗ്രസിനെ വലിയ തലവേദനയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ അടക്കം പേരുകൾ എടുത്തു പറയുന്ന ഒരു എക്സ് പോസ്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലൊരു ആശയം പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ള നിരൂപണത്തെ അദ്ദേഹം അംഗീകരിക്കുകയും അതോടൊപ്പം ഇത് ഒരു സത്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് അകന്ന് BJP-യിലേക്ക് ചേക്കാനുള്ള ശ്രമം ഇപ്പോഴും തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടിക്ക് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡോ തയ്യാറാവുകയും ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഈ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയും ഹൈക്കമാൻഡ് വലിയ അമർഷം ശശി തരൂരിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങിയിരുന്നു. പക്ഷെ കേരളത്തിലെ ചില നേതാക്കളാണ് അത് തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുള്ളത്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.